പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുള്ള ആശമാർ പൊങ്കാല ഇടാറുണ്ട്. ഇത്തവണ അവർ ഈ സമരപ്പന്തലിൻ്റെ മുന്നിൽ പൊങ്കാലയിടും. അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സമരസമിതി ഒരുക്കി കൊടുക്കും. നമ്മുടെ ആശാവർക്കർമാർ മുഴുവൻ ഏതാണ്ട് നല്ലൊരു ശതമാനം ആശാവർക്കർമാർ സമരത്തോടൊപ്പമാണ്. അവർ പണിമുടക്കിലാണ്, അവർ ഫീൽഡിൽ പോകുന്നില്ല. ഒരാളും ഞങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ സമരം പിൻവലിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടാൻ ഒരാൾക്ക് ധൈര്യമില്ല. കാരണം സമരം നടക്കുന്നു, സമരത്തോടൊപ്പം അവരുടെ വിശ്വാസം അനുസരിച്ചുള്ളവർ പൊങ്കാല വരുന്നു, ആ വിശ്വാസമുള്ള ആളുകൾ പൊങ്കാല ഇടുന്നു. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്നത്തേക്ക് 29ാം ദിവസം പിന്നിടുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നും, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും, അതുകൂടാതെ സന്നദ്ധ സംഘടനകളിൽ നിന്നും, പ്രമുഖ നേതാക്കളിൽ നിന്നും, രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നും എല്ലാം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്, അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിച്ചിട്ടില്ല എന്നാണ്. പിന്നീട് കേന്ദ്രം പറയുന്നു കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി ലഭിച്ചു എന്ന്. എന്തായാലും വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല വരും ദിവസങ്ങളിൽ നടക്കുവാൻ പോവുകയാണ്. 13ാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ്. ഇവിടെ എല്ലാം തന്നെ പൊങ്കാല നടക്കേണ്ട സ്ഥലമാണ്. എന്തായാലും ഈ ഒരു സമരം അന്ന് എന്ത് ചെയ്യും, ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയേണ്ടതുണ്ട്. പൊങ്കാല സമയത്ത് പൊങ്കാലയിടേണ്ട ഒരു സ്ഥലമാണിത്. നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ എല്ലാ വർഷവും പൊങ്കാലയിടുന്ന ആശാവർക്കർമാർ ഞങ്ങളുടെ സമരത്തിനകത്തുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുള്ള ആശമാർ പൊങ്കാല ഇടാറുണ്ട്. ഇത്തവണ അവർ ഈ സമരപ്പന്തലിൻ്റെ മുന്നിൽ പൊങ്കാലയിടും. അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സമരസമിതി ഒരുക്കി കൊടുക്കും. ഈ 29ാം ദിവസം പിന്നിടുകയാണ്. അതായത് ഒരു മാസമാകാനായി. ഇപ്പോൾ ഈ ഭരണാധികാരികളൊന്നും തന്നെ, നമ്മുടെ സർക്കാർ പോലും ഒരു മറുപടി ഇതുവരെ ഈ ഒരു വിഷയത്തിൽ തന്നില്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങളെല്ലാം വളരെ ശരിയാണ്. ഞങ്ങളുടെ ഡിമാൻഡുകൾ 100% ന്യായമാണ്. ഇത് സമരം വളരെ സമാധാനപരമായി പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സമരമുഖത്തും കാണാത്ത അച്ചടക്കവും ചിട്ടയും വളരെ കൃത്യതയും ഉള്ളതുണ്ട്. ഒരു തിരിച്ചറിവ്, ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു തിരിച്ചറിവുണ്ട് ഇതിൻ്റെ ഈ ഡിമാൻഡിനെ സംബന്ധിച്ച്. കാരണം പെട്ടെന്നൊരു ദിവസം ഒരു ആവേശത്തിൽ ഒരു ആൾക്കൂട്ടം വന്നെത്തിയതല്ല, മറിച്ച് കഴിഞ്ഞ 10-13 വർഷമായിട്ട് നമ്മൾ വളരെ ചിട്ടയായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രാപ്പകൽ സമരവുമായി രംഗത്ത് വരാൻ നിർബന്ധിതമായത്. ഇപ്പോഴാകട്ടെ ലോകം മുഴുവൻ നമ്മുടെ ഡിമാൻഡ് 100% ന്യായമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടി ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും വേഗം ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഉടനെ തന്നെ നടക്കും, ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇതിപ്പോൾ 29ാം ദിവസം പിന്നിടുന്നു. അപ്പോൾ ഈ നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ ഇവർ മടുത്ത് ഇരുന്ന് അങ്ങ് എഴുന്നേറ്റ് പോയിക്കോളും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്? എന്താണ് മനസ്സിലാക്കുന്നത്? അത് അവർക്ക് തോന്നാനൊരു സാധ്യതയില്ല. കാരണം അവർക്ക് ഫീൽഡിൽ നിന്ന് കൃത്യമായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആശാവർക്കർമാർ മുഴുവൻ ഏതാണ്ട് നല്ലൊരു ശതമാനം ആശാവർക്കർമാർ സമരത്തോടൊപ്പമാണ്. അവർ പണിമുടക്കിലാണ്, അവർ ഫീൽഡിൽ പോകുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് തന്നെയാണ്. സമരപ്പന്തലിൽ എത്ര പേര് വരുന്നു വെച്ചാൽ അതിൻ്റെ എണ്ണം കുറവാണ്. കാരണം ഞങ്ങളത് വലിയ വലിയ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ റിസർവ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വനിതാ സംഗമത്തിൽ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനുമുമ്പ് നടന്ന നിയമസഭാ മാർച്ച്, മഹാസംഗമത്തിൽ, അങ്ങനെ ഇടവേളകളിൽ വലിയ പരിപാടികൾ നടത്തിക്കൊണ്ട് ആ സംഗമം ഞങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഫീൽഡിൽ താഴെത്തലങ്ങളിൽ വളരെ ശക്തമായ പ്രവർത്തനം തന്നെയാണ്. നിലവിൽ ഈ സമരം പിൻവലിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഇപ്പോൾ നടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ സമ്മർദ്ദമൊന്നുമില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിഞ്ഞിട്ട് വരുന്ന ആളുകളാണെന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം കൊണ്ട് അത് പിരിഞ്ഞു പോവില്ല, നന്നായിട്ടറിയാം. അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല. ഒരാളും ഞങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ സമരം പിൻവലിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടാൻ ഒരാൾക്ക് ധൈര്യമില്ല. കാരണം അത്രയും ക്ലാരിറ്റി ഉണ്ട് ഈ ഡിമാൻഡിന്. ഇവിടെ വന്നിരിക്കുന്ന ആശമാർക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി ആരുടെ ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ഭാഗത്ത് മാത്രമാണോ പൊങ്കാലയിടുന്നത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുൻപ്? ഞങ്ങളുടെ ആശമാർ വരും, ആവശ്യാനുസരണം സ്ഥലം ഒക്യുപ്പൈ ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അവർക്ക് വേണ്ടുന്ന മറ്റു സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതിലേക്കാണ് ഇരിക്കുന്നത്. പ്രതിഷേധ പൊങ്കാലയാണോ? അല്ലെങ്കിൽ ഒരിക്കലുമല്ല. സമരം നടക്കുന്നു, സമരത്തോടൊപ്പം അവരുടെ വിശ്വാസം അനുസരിച്ചുള്ളവർ പൊങ്കാല വരുന്നു, ആ വിശ്വാസമുള്ള ആളുകൾ പൊങ്കാല ഇടുന്നു, മറ്റാളുകൾ അവരെ സഹായിക്കുന്നു. അത്രമാത്രം ഇതിനകത്തുള്ളൂ. എന്തായാലും ആശാവർക്കർമാർ ഇവിടെ തന്നെ ഈ സമരപ്പന്തലിൽ തന്നെ പൊങ്കാല ഇടും എന്നാണ് പറയുന്നത്. ഒരു പ്രതിഷേധ പൊങ്കാലയല്ല.
വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ ഇവിടെ ഈ സമരപന്തലിൽ തന്നെ പൊങ്കാല ഇടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.